ഞാൻ ഈ കാല് നീട്ടിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലൊന്നും അല്ല കേട്ടോ. ദേണ്ട ഈ കാണുന്ന വലിയൊരു കായലിലാണേ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലേ നമ്മുടെ വർക്കല കാപ്പിൽ ബീച്ചിൽ പോകുന്ന വഴിക്ക് ഉള്ള ഈ ഒരു റിസോർട്ടിൽ മസ്റ്റായിട്ട് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഉണ്ട് ഗൈസ്, ഈ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു കായലാണ്. കണ്ടില്ലേ, ഈ കായലിൻ്റെ ഇവിടെ നേരെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ കാപ്പിൽ ബീച്ചാണേ. ഇവിടെ തന്നെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ തോണിയിലൊക്കെ ഈ കായലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാം. അങ്ങനെ നല്ലൊരു റിസോർട്ട്. പിന്നെ നമ്മുടെ റൂം അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു റൂമായിരുന്നു. ഞാൻ എവിടെ പോയാലും ബാത്റൂമൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കതൊക്കെ ഇച്ചിരി നല്ല വൃത്തിയൊക്കെ വേണം. അപ്പോൾ റൂമും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റൂം. ഞങ്ങൾ രാത്രിയാണ് വന്നത്. രാവിലെ ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ കേട്ടോ അവിടുത്തെ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ല ഫുഡാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വായിച്ചിരുന്ന് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ഇഡലിയും അതുപോലെ തന്നെ ദോശ, ചമ്മന്തി, സാമ്പാർ ഇതായിരുന്നു. പിന്നെ കോഫി. പിന്നെ ഈ അമ്മയാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. ഒന്നും പറയാനില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കായലിൽ കാലൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ പരിഭവങ്ങളും പരാതികളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻജോയ് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനുഷ്യൻ എന്നെ പിടിച്ച് ഒറ്റത്തള്ളായിരുന്നു വെള്ളത്തിൽ. കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ കിടക്കണമെങ്കിൽ അവിടുത്തെ ആഴം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഉച്ചത്തെ ഫുഡിനെ പറ്റി എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ആയപ്പോൾ കയാക്കിങ്ങിന് പോയി. ആ പെണ്ണ് പേടിച്ച് വിറച്ചാണ് കേട്ടോ ഇരിക്കുന്നത് ആ ഒരു തോണിയിൽ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നേരെ വരുന്നത് നമ്മുടെ ഈ ഒരു ബീച്ചിലാണ്. ഭയങ്കര ഒരു പ്രൈവസി ഉള്ളൊരു ബീച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഷുവറാണ്. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. ഇപ്പോൾ വർക്കലയൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പരും പേരും ഒക്കെ കൊടുത്തിരിക്കാം. വരുന്നവർ തീർച്ചയായിട്ടും വിളിച്ച് ബുക്കിംഗ് ചെയ്തിട്ട് വേണം വരാനായിട്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനെ കണ്ടില്ലേ, ആൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ കുറേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ള ആൾക്കാർ